Welcome back to the online class of Raoult Higher Secondary School, Vapour College. Myself, Muhammad Shafiq, Department of Chemistry. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൊല്യൂഷനിലെ വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയായ വേപ്പർ പ്രഷറിനെ കുറിച്ചാണ്. നമുക്കറിയാം, പ്ലസ് വണ്ണിലെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ വേപ്പർ പ്രഷർ ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് വേപ്പർ പ്രഷർ? It is the pressure exerted by the vapor of a liquid in equilibrium with that liquid at a particular temperature. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചു കഴിഞ്ഞതാണ് വേപ്പർ പ്രഷറിനെ കുറിച്ചുള്ള ടോപ്പിക്ക്. ഒരു ലിക്വിഡിന്റെ വേപ്പർ ആ ലിക്വിഡിന്റെ മുകളിൽ തന്നെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അവിടെ ഇക്വിലിബ്രിയത്തിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, അതിന്റെ പേരാണ് വേപ്പർ പ്രഷർ. നമ്മുടെ ചാപ്റ്റർ ബൈനറി സൊല്യൂഷനാണ്, അഥവാ സൊല്യൂഷൻ കണ്ടെയ്നിങ് ടു കമ്പോണൻസ്. അപ്പോൾ ഒരു സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ അതിന് കമ്പോണന്റ് ആയ രണ്ട് പേരുടെയും വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും. ആ വേപ്പർ പ്രഷറിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ രണ്ട് തരം സൊല്യൂഷനാണ് പരിചയപ്പെടുന്നത്, അഥവാ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. രണ്ട് കമ്പോണൻസും ലിക്വിഡ് ആയിരിക്കും, അവർ വോളറ്റൈൽ ആയിരിക്കണം, മിസിബിളും ആയിരിക്കണം. രണ്ട്, വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. ഇവരുടെ വേപ്പർ പ്രഷറിനെ ക്വാണ്ടിറ്റേറ്റീവ്ലി എക്സ്പ്രസ് ചെയ്യുന്നത് റൗൾട്ട്സ് ലോ അനുസരിച്ചാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ, അവരുടെ റൗൾട്ട്സ് ലോ. വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ, അവരുടെ റൗൾട്ട്സ് ലോ. അപ്പൊ ആദ്യത്തെ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. നമുക്കറിയാം, രണ്ട് വോളറ്റൈലായ കംപ്ലീറ്റ്ലി മിസിബിൾ ആയ രണ്ട് ലിക്വിഡ് ഒരു സൊല്യൂഷനായി മാറിയാൽ ആ സൊല്യൂഷന്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് 1 P1 എന്നും പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് 2 P2 എന്നുമാണ് വിളിക്കുക. എങ്കിൽ ആ സൊല്യൂഷനിലുള്ള രണ്ട് കമ്പോണൻസിന്റെയും വേപ്പർ പ്രഷർ ആ സൊല്യൂഷനിലെ ആ കമ്പോണന്റുകളുടെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് റൗൾട്ട്സ് നിയമം പറയുന്നത്. സോ റൗൾട്ട്സ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണന്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ. മാത്തമാറ്റിക്കലി നമുക്കങ്ങനെ എഴുതാം, P1 proportional to Chi1 or X1, where P1 is the partial vapor pressure of first component in the solution, where Chi1 is the mole fraction of that component in the solution. P1 is equal to P10 into Chi1, where P10 is the vapor pressure of first component in the pure state. Pure state means അവർ ഒറ്റയ്ക്ക് ഉണ്ടാവും മാത്രം, സൊല്യൂഷനിലെ ആ കമ്പോണന്റ് ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വേപ്പർ പ്രഷറിനെയാണ് P10 അഥവാ പ്യുവർ സ്റ്റേറ്റിലെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സൊല്യൂഷനിൽ രണ്ട് വോളറ്റൈലായ മിസിബിൾ കമ്പോണന്റ് 1 ഉം 2 ഉണ്ട്. റൗൾട്ട്സ് ലോ അനുസരിച്ച് പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് P1 is equal to P10 into Chi1, where P10 is the vapor pressure of component in pure state, Chi1 is the mole fraction of that component in the solution. Similarly, the partial vapor pressure of second component P2 is equal to P20 into Chi2, where P20 is the vapor pressure of second component in pure state and Chi2 is the mole fraction of second component in the solution. So Raoult's law states that the vapor pressure or partial vapor pressure of a component in a solution of two miscible liquid is equal to the mole fraction of that component multiplied with the vapor pressure of that component in the pure state. ഇതാണ് റൗൾട്ട്സ് ലോ പറയുന്നത്. ഇനി റൗൾട്ട്സ് ലോയിൽ നിന്ന് നമുക്കൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം, റൗൾട്ട്സ് ലോയിലെ വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിൽ. ഈ ഗ്രാഫിലേക്കാണ് അടുത്തായിട്ട് നമ്മൾ കടക്കാൻ പോകുന്നത്. According to Dalton's law of partial pressure, we know that the total pressure exerted by the mixture of two or more non-reacting gases are equal to the sum of the partial pressure of the components. അത് നമ്മൾ ഈ സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ
ഈ സൊല്യൂഷനിലെ ബൈനറി സൊല്യൂഷനായ രണ്ട് കമ്പോണൻസ് ഉള്ള ഈ സൊല്യൂഷന്റെ ടോട്ടൽ പ്രഷർ അഥവാ ടോട്ടൽ വേപ്പർ പ്രഷർ എക്സേർട്ടഡ് ഇൻ ദ സൊല്യൂഷൻ പി ടോട്ടൽ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് ആൻഡ് സെക്കൻഡ് കമ്പോണന്റ്. ദാറ്റ് ഈസ് പി ടോട്ടൽ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2. ഫ്രം റൗൾട്ട്സ് ലോ P1 is equal to P1 0 into Chi1, P2 is equal to P2 0 into Chi2. അപ്പോൾ രണ്ട് P1ന്റെയും P2ന്റെയും സ്ഥാനത്ത് നമ്മൾ റൗൾട്ട്സ് ലോ അനുസരിച്ചുള്ള P1ന്റെയും P2ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P total is equal to P1 0 into Chi1 plus P2 0 into Chi2, where Chi1 and Chi2 are the mole fraction of first and second component. നമുക്കറിയാം sum of the mole fraction of all compound is equal to 1. അപ്പോൾ Chi1 plus Chi2 is equal to 1. Chi1 is equal to 1 minus Chi2. അങ്ങനെയാണെങ്കിൽ 1 minus Chi2 എന്നത് Chi1ന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P total is equal to P1 0 into 1 minus Chi2 plus P2 0 into Chi2. It is clear that total pressure is a linear function of mole fraction of second component. Similarly, ഇങ്ങനെ എഴുതാം, Chi2ന്റെ സ്ഥാനത്ത് 1 minus Chi1 കൊടുക്കാം. അപ്പം P total is a linear function of mole fraction of Chi1 എന്ന് വരും. എന്തായാലും ഈ ഇക്വേഷന് total pressure of the solution is a linear function of mole fraction of any one component എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ഗ്രാഫിനായി ഉപയോഗിക്കുന്നത്. ഫ്രം ദിസ് ഇക്വേഷൻ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം. ആ ഗ്രാഫിൽ 3 ലൈൻസ് കാണാം. ആ ഗ്രാഫ് വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ആണ്. ആദ്യത്തെ വേപ്പർ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ്. നമുക്കറിയാം Chi1 അവിടെ 0 ആണ്. അപ്പൊ Chi1ന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കർവ് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരും. അങ്ങനെ Chi1ന്റെ വാല്യൂ 1 എത്തി. Chi1ന്റെ വാല്യൂ 1 എത്തിയാൽ പ്രഷർ is maximum in the first component അഥവാ P1 0. അപ്പോൾ അവിടെ ആര് മാത്രമേ ഉള്ളൂ? കമ്പോണന്റ് 1. അപ്പോൾ മുഴുവൻ പ്രഷറും ആരെ പ്രഷർ ആയിരിക്കും? ഫസ്റ്റ് കമ്പോണന്റ് പ്രഷർ. അതാണ് P1 0. ഇറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് കമ്പോണന്റ് ഇൻ പ്യൂർ സ്റ്റേറ്റ്. ഇനി അടുത്തത് വേപ്പർ പ്രഷർ വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണന്റ്. നമുക്ക് Chi2 ഇവിടെ 0 ആണ്. Chi2 0 ഇങ്ങനെ പോയി അവിടെ Chi2 1 ആയി. അപ്പോൾ Chi2ന്റെ വേഴ്സസ് വേപ്പർ പ്രഷർ വരയ്ക്കുമ്പോൾ അവിടെ മോൾ ഫ്രാക്ഷന് കൂടുന്നതനുസരിച്ച് വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ Chi2ന്റെ വാല്യൂ 1 ആയി, Chi1ന്റെ വാല്യൂ 0 ആയി. മുഴുവൻ പ്രഷറും അറ്റ് ദ സെക്കൻഡ് കമ്പോണന്റ്. സോ P2 0 is the vapor pressure of second component in pure state. അപ്പോൾ രണ്ട് കർവ് ഇൻഡിവിജ്വൽ ആയിട്ട് ഫസ്റ്റ് കമ്പോണന്റും സെക്കൻഡ് കമ്പോണന്റും. ഇനി ഇവിടെ സെക്കൻഡ് കമ്പോണന്റിന്റെ പ്രഷർ കൂടുതലും ഫസ്റ്റ് കമ്പോണന്റ് പ്രഷർ കുറവുമായിട്ട് കാണാം. അതിന് മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് കമ്പോണന്റ് ഈസ് മോർ വോളറ്റൈൽ ദാൻ ഫസ്റ്റ്. മോർ വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ വേപ്പർ ഫോം ചെയ്യുക സെക്കൻഡ് കമ്പോണന്റ് ആണ് ഫസ്റ്റിനേക്കാളും. അപ്പൊ സെക്കൻഡ് കമ്പോണന്റിന്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും കൂടുതൽ വരിക. അപ്പൊ സെക്കൻഡ് കമ്പോണന്റ് വേപ്പർ പ്രഷർ കൂടുതലാവാൻ കാരണം അത് മോർ വോളറ്റൈൽ ആണ്. ഇനി ഒരു സ്ട്രൈറ്റ് ലൈനും കൂടി കിട്ടും. ഈ സ്ട്രൈറ്റ് ലൈൻ സൂചിപ്പിക്കുന്നത് ടോട്ടൽ പ്രഷർ ആണ്. ടോട്ടൽ പ്രഷർ P total is equal to P1 plus P2. പരീക്ഷയ്ക്ക് ചോദിക്കുക, ഡ്രോ ദ graph of vapor pressure of liquid by using Raoult's law ചോദിക്കാം. Let's take Raoult's law of liquid solution എന്ന് ചോദിക്കാം. അതൊക്കെയാണ് നമുക്കിവിടെ പരീക്ഷിക്കേണ്ടത്. ഇനി നമ്മൾ ഒരു കാര്യം കൂടി പറയാം. നമ്മളെ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷനിലെ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് സൊല്യൂഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതുപോലെ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് ഇൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. അഥവാ വേപ്പർ ആയിട്ട് ആ വെസലിനുള്ളിൽ വേപ്പർ ആയിട്ടുണ്ട് കമ്പോണന്റ് 1 and 2. That vapor pressure can be expressed in terms of Y1 and Y2, where Y1 is the mole fraction of component 1 in gaseous phase or vapor phase, Y2 is the mole fraction of component 2 in vapor phase. അങ്ങനെയാണെങ്കിൽ P1 is equal to P total into Y1, P2 is equal to P total into Y2. Where Y1 and Y2 are the mole fraction of components 1 and 2. അപ്പോൾ നമ്മൾ പഠിച്ച റൗൾട്ട്സ് ലോ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമ്മളെ സൊല്യൂഷനിലെ രണ്ട് കമ്പോണന്റും വോളറ്റൈലുമായിരിക്കണം, മിസിബിളുമായിരിക്കണം. കംപ്ലീറ്റ്ലി മിസിബിളും വോളറ്റൈലുമായ രണ്ട് ലിക്വിഡുകൾ അടങ്ങിയ ബൈനറി സൊല്യൂഷന്റെ റൗൾട്ട്സ് ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ ഐ കൺക്ലൂഡഡ് ദാറ്റ് റൗൾട്ട്സ് ലോ ഓഫ് liquid solution is state that
the partial vapor pressure or vapor pressure of a component in a solution of two volatile liquids is equal to the mole fraction of that component in the solution multiplied with the vapor pressure of that component in the pure state. So equation mathematically, P1 is equal to P10 into Chi1, P2 is equal to P20 into Chi2. ഇതാണ് റൗൾട്ട്സ് ലോ ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. ഇനി നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മൾ റൗൾട്ട്സ് ലോ ഇൻ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യും. അവിടെ ആ സോളിഡ് നോൺ വോളറ്റൈൽ ആയിരിക്കണം. അപ്പൊ നോൺ വോളറ്റൈൽ ആയ സോളിഡ് ഉള്ള ഒരു സൊല്യൂഷന്റെ റൗൾട്ട്സ് ലോ ആണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.